ഹായ് ഓൾ. അപ്പോൾ ഇപ്പോൾ സമയം 9:15. ഓക്കെ, 9:14 ആയതേ ഉള്ളൂ, 9:15 ആയില്ല. മാർക്കറ്റിൽ നിന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഒരു ഫോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, അപ്പം ഒരു ബൈയിങ് നടക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡിൽ നിന്നായിരിക്കണം ഒരു ബൈയിങ് നടക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സോ കയറി അപ്പ് സൈഡ് പോയിട്ട് ഒരിക്കലും ബൈ ചെയ്യത്തില്ല, അതായത് ലോങ് പൊസിഷൻസ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ബൈയിങ് നടക്കാൻ പോസിബിളാണ്. പക്ഷേ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ആണ്, നല്ലൊരു ഗ്യാപ്പ് അപ്പ്. ഓക്കെ, 9:15 നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും നിഫ്റ്റി ഞാൻ എന്തായാലും ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നോക്കുന്നത്. പി തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അല്ലാതെ കോൾ എൻട്രി കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പി ആണ്. ഇന്ന് ഞാൻ ഒരു ട്രേഡ് എടുക്കുന്നുള്ളൂ, കാരണം ഇന്ന് ഫ്രൈഡേ അല്ലേ. അപ്പോൾ ഫ്രൈഡേ ആകുമ്പോഴത്തേക്കും നമ്മൾ നോർമലി ഫ്രൈഡേയ്സിൽ അങ്ങനെ ട്രേഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രൈഡേയ്സിൽ ട്രേഡ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു റിജക്ഷൻ തന്നെയാണ് ഇപ്പോൾ വന്നേക്കുന്നത് കേട്ടോ. ഇനി ചിലപ്പോൾ ഇവിടുന്ന് ഒരു ബൈയിങ് വരും. ആ ബൈയിങ് ചെയ്യുന്നത് ചിലപ്പോൾ റീറ്റെയിലേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു റീറ്റെയിലേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആകണമല്ലോ എന്തായാലും. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. 9:15 ആയതേ ഉള്ളൂ ഇതുവരെയായിട്ടും. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു 9:20 ആവും ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു എൻട്രി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഫോം ആവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം സമയം നമുക്ക് 9:31 ആയിട്ടുണ്ട്. 31. ഓക്കെ, ഒരു 15 മിനിറ്റ്സ് ആയി മാർക്കറ്റ് കഴിഞ്ഞിട്ട്. ഓക്കെ, ഞാനപ്പം ഇവിടെ നിന്നാണ് ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് മാർക്കറ്റിൽ. ഞാനപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഈ എൻട്രി അഗ്രസീവ് എൻട്രി ആയിരിക്കും. ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 24,333. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം മാർക്കറ്റിൽ എൻട്രി കാര്യങ്ങളൊക്കെ എത്രത്തോളം വരുന്നുണ്ട് എന്ന് നോക്കാം. നമുക്ക് എന്തായാലും ഞാൻ പറയില്ല, അവിടെ നിന്ന് ഒരു അപ്സൈഡ് വന്നു, പിന്നെ ഒരു അപ്സൈഡ് വന്നു, അതായത് ഡേ ഹൈയും ബ്രേക്ക് ചെയ്തു. പിന്നെ മാർക്കറ്റ് കണ്ടോ, ആ ഒരു നല്ലൊരു പ്രൈസ് ആക്ഷൻ, അതായത് അപ്സൈഡിലോട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേണിലാണ് വന്നേക്കുന്നത്. നമ്മളപ്പോൾ ഇവിടെ നിന്നാണ് ഒരു പുട്ട് എൻട്രി കാര്യങ്ങളൊക്കെ നമ്മൾ എൻട്രി എടുക്കുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ എൻട്രി കാര്യങ്ങൾ എന്തായാലും ഒരു അഗ്രസീവ് എൻട്രി ആയിരിക്കും വരുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് ബുള്ളിഷ്നെസ് കാണുന്നു, പക്ഷേ എത്രത്തോളം സസ്റ്റെയിൻ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിപ്പം എൻട്രി കാര്യങ്ങളൊക്കെ ഞാനിപ്പം അഗ്രസീവായിട്ട് എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എൻട്രി എടുത്തു. എൻ്റെ ഡേ ഹൈ ആണ് എൻ്റെ ടാർഗറ്റ് വരുന്നത്. ഞാൻ എൻട്രി ചെയ്തതെന്ന് പറഞ്ഞാൽ 24,400 പി ആണ് ഞാൻ എൻട്രി ചെയ്തത്. ഓക്കെ, 24,400 അഗ്രസീവ് എൻട്രി ആയിരുന്നു. അപ്പം ഞാൻ എൻട്രി എടുത്തേക്കുന്ന ആ ഒരു ലെവലാണ്. അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു ബൈയിങ് പോലെ വരുന്നതായിട്ട് കാണിക്കും, പക്ഷേ എന്നിട്ട് ഡൗൺ സൈഡിലോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു മാർക്കറ്റിൻ്റെ വ്യൂ വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം, മാർക്കറ്റിൽ എന്തായാലും നോക്കാം. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ വരച്ചേക്കുന്ന ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നോർമൽ SMCയിലൊക്കെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു കഴിയുമ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക്, അതായത് ഒരു ഫോർമേഷൻ കാര്യങ്ങളുണ്ടല്ലോ, ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ കുറേ ആൾക്കാർ എൻട്രി ചെയ്യും. ഓക്കെ, അപ്പം ആക്ച്വലി ലിക്വിഡിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് വലിയ ബിഗ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവാൻ വേണ്ടി അപ്പോൾ അവർ ഒരു ഏരിയ നോക്കുന്നു. അപ്പോൾ ആ ഒരു ഏരിയയാണ് നമ്മൾ കണ്ടുപിടിച്ച് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലല്ലോ, റീറ്റെയിലേഴ്സ് അല്ല. അപ്പം നമ്മൾ ആ ഒരു ഏരിയ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് SL ഹിറ്റാവും, ചിലപ്പോൾ ടാർഗറ്റ് ഹിറ്റാവും. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മുടെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക. ഓക്കെ, എൻ്റെ ട്രേഡിംഗ് ഇപ്പോൾ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് കറൻ്റ്ലി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എൻട്രി എടുത്തേക്കുന്ന പൊസിഷൻസ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമുക്കപ്പം ഇൻ കേസ് ഇപ്പോൾ ഞാൻ ഈ വരച്ചേക്കുന്ന ഒരു ബോക്സിന് അപ്പ് സൈഡിലോട്ടാണ് നല്ലൊരു ബൈയിങ് എന്നെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എക്സിറ്റ് അടിക്കും. ഓക്കെ, കാരണം ചിലപ്പോൾ നമുക്കൊരു ട്രാപ്പായിരിക്കും അത്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിൽ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു പൊസിഷൻസിൽ കറക്റ്റായിട്ടുള്ള എൻ്റെ എൻട്രി ലെവൽ കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പം സമയം 9:34 ആയതേ ഉള്ളൂ. ഓക്കെ, ടൈം ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും മാർക്കറ്റിൽ എന്തായാലും ഒരു അപ്സൈഡ് എൻട്രി ഇന്ന് ഞാൻ എന്തായാലും നോക്കുന്നില്ല, ഒരു കോൾ ബൈ ഞാൻ എന്തായാലും നോക്കുന്നില്ല. കാരണം മാർക്കറ്റിൽ ആക്ച്വലി ഒരു ബൈയിങ് വന്നിട്ടില്ല. ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ആ ഒരു പിയിൽ അല്ലെങ്കിൽ സിയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ആവുന്നില്ല. അപ്പോൾ അതാണ് മെയിൻ റീസണായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ
അതുകൊണ്ടാണ് ഞാൻ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഞാനൊരു കോൾ എൻട്രിയിലോട്ട് പോകാത്തത്. ഓക്കെ, ബുള്ളിഷായിട്ടുള്ള മാർക്കറ്റിലാണെങ്കിൽ ഇതുപോലൊരു ഗ്യാപ്പ് അപ്പ് വരുവാണെങ്കിൽ നമുക്ക് പിന്നെയും നമുക്കൊരു കോൾ എൻട്രിയിൽ എൻട്രി ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിപ്പം നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് നമുക്കൊരു അപ്സൈഡിലോട്ടൊരു ക്യാൻഡിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം അത് സസ്റ്റെയിൻ ആവും അല്ലെങ്കിൽ റിജക്ഷൻ വരുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എൻട്രി ചെയ്യുന്ന പ്രൈസിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് ലോസ് കാര്യങ്ങളൊന്നും അല്ല കാണിക്കുന്നത്, പ്രോഫിറ്റ് തന്നെയാണ്. ഓക്കെ, ഓക്കെ, ഞാൻ ആ പറഞ്ഞേക്കുന്ന പോലെ നമ്മുടെ ആ ഒരു സ്വിങ് പോയിൻ്റ് അവിടെ നിന്ന് ബ്രേക്കായി. ഓക്കെ, ആ ഒരു സ്വിങ് ബ്രേക്കായി. എന്നിട്ട് നമുക്കൊരു എന്താണ് ഒരു ബൈയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം മാർക്കറ്റ്. ഓക്കെ, ഞാൻ എൻട്രി എടുത്തേക്കുന്ന ലെവലെന്ന് പറയുന്നത് 24,421 ആണ്. ഓക്കെ, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. എത്രയാണ്? 86. ഓക്കെ, ആ ഒരു 86 പോയിൻ്റാണ് എൻ്റെ ടാർഗറ്റായിട്ട് വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അഗ്രസീവായിട്ടുള്ളൊരു എൻട്രിയാണ് ഞാൻ എടുത്തത്. ഞാനപ്പോൾ അഗ്രസീവ് എൻട്രി ആയിരുന്നു എടുത്തത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇന്നൊരു ഹൈ കൺവെൻഷൻസ് പോലെ നമുക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിന്നൊരു അഗ്രസീവ് ട്രേഡാണ് നമ്മളിന്ന് എടുത്തത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഞാൻ എൻട്രി ലെവലിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നേക്കുന്നത്. നല്ലൊരു ഫോളും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല നമുക്ക് അഗ്രസീവായിട്ടുള്ളൊരു എൻട്രിയാണ് ഇപ്പം ഇതിൽ കറക്റ്റായിട്ട് വന്നത്. കാരണം എന്തുകൊണ്ട് അഗ്രസീവ് എടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്യാപ്പ് അപ്പ് വന്നു, ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ആവുന്നില്ല, അവിടെ നിന്ന് എന്തായാലും ഒരു ബൈയിങ് വരത്തില്ല എന്നുള്ളൊരു കൺവിഷൻ വന്നു. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ ഒരു 60 പോയിൻറ്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പം ബാങ്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ സ്റ്റിൽ നമ്മുടെ ട്രേഡ് റണ്ണിങ് ആണ്. ഓക്കെ, നമ്മുടെ ആ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ മാർക്കറ്റ് പോയേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല നമുക്കിപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു എൻട്രി സെറ്റപ്പ് ആയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ എൻട്രി കിട്ടത്തില്ലായിരുന്നു. ഈ ഒരു ലെവൽ എന്തുകൊണ്ട് അഗ്രസീവ് ആക്കാം. ഞാൻ പറഞ്ഞില്ല ചില സമയത്ത് നമ്മൾ അഗ്രസീവായിട്ടുള്ള എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ടുള്ള എൻട്രി എടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫുൾ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ഹിറ്റ് ആവുന്നവരുന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ചിലപ്പോൾ ഒരു അപ്സൈഡ് റിവേഴ്സൽ കാണിക്കും. റിവേഴ്സൽ കാണിച്ചാലും നമുക്ക് ഇഷ്യൂസ് ഇല്ല. കാരണം ഞാൻ ഇൻ കേസ് ഇപ്പം മാർക്കറ്റ് ആ ഒരു അപ്സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ആ ഒരു ലെവലിൽ നിന്ന് തന്നെ ഞാൻ എന്താണ് ഒരു ആവറേജ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ പറയും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡേ ലോ ആണ്. ഓക്കെ, അതൊരു ലിക്വിഡിറ്റി ലെവലാണ് അപ്പോൾ ഞാൻ കാണിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ ഈ ഒരു ലെവലാണ് ഞാൻ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഓക്കെ, ഞാനപ്പം ഈ ഒരു വീഡിയോയുമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം റെക്കോർഡിംഗ് സെഷൻസ് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഫോണിലാണ് ആക്ച്വലി എക്സിറ്റും കാര്യങ്ങളും എൻട്രി എല്ലാം എടുക്കുന്നത്. അപ്പോൾ അത് കാരണമാണെന്ന് തോന്നുന്നു. ഞാനപ്പോൾ ആ ഒരു ട്രേഡിംഗ് വ്യൂ ആ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഞാൻ നമ്മുടെ വീഡിയോ റെക്കോർഡ് സെക്ഷനിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പ്രോഫിറ്റ് എവിടെയെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനപ്പം വരുന്നത്. ഓക്കെ, ഞാനപ്പം വരുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫയേഴ്സ് ആണ്. ഓക്കെ, ഫയേഴ്സ് ബ്രോക്കറിലാണ് ഞാൻ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാലറിയാം. ഓക്കെ, ഓക്കെ, ഒരു 14,000 റുപ്പീസാണ് നമ്മളിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് ഈ ഒരു ലെവലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രേഡിങ്ങും നമ്മൾ ടാർഗറ്റും എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.